ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. ഇച്ചിരി ഷോപ്പിങ്ങും പിന്നെ കുറച്ച് ഫുഡ് കഴിപ്പ് പിന്നെ കുറച്ച് കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഒരു ദിവസമാണ്. ഒരു സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ പുറത്ത് പോകാനായിട്ട് ഉള്ള റെഡിയാകലാണ്. ആദ്യം ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ടു. പിന്നെ സൺസ്ക്രീൻ മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തു. ഇപ്പം മഴക്കാലം ആണെങ്കിലും ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് മുടക്കാറില്ല കേട്ടോ, പകൽ പുറത്തിറങ്ങുമ്പോഴത്തേക്കും. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഒരു കൺസീലറൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ഫൗണ്ടേഷൻ ഇട്ടു. അത് ഓരോ നമ്മൾ പുറത്ത് പോകുന്ന അവസരം ഡിപ്പെൻഡ് ചെയ്താണ്. അങ്ങനെ ഒന്ന് ഐബ്രോ പെൻസിലൊക്കെ ഇട്ട് ഐബ്രോസൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്തതിന് ശേഷം പെട്ടെന്ന് മേക്കപ്പ് ഒന്ന് കഴിഞ്ഞു. മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് സ്ലൈഡ് ഇട്ട് ചെയ്തതിന് ശേഷം വാച്ചും വളയും ഒക്കെ ഇട്ടു. എനിക്ക് അബദ്ധം പറ്റിയത് ഞാനൊരു നല്ലൊരു കമ്മൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ യൂഷ്വലി ഗോൾഡ് ഇയറിംഗ് മാറ്റാറില്ല, ഒരു സ്റ്റഡ് പെർമനൻ്റ് ആയിട്ട് ഇട്ടേക്കുമായിരുന്നു. അതെനിക്ക് തോന്നുന്നൊരു 2-3 മാസമായിട്ട് ഇട്ടിരുന്ന സ്റ്റഡാണ്. അപ്പോൾ വെറുതെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിരിക്കുന്നു ഈ കമ്മലൊന്ന് എടുത്തിടാമെന്ന് വിചാരിച്ചത്. ഗോൾഡൊന്നും അല്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇയറിംഗ് എടുത്തിടാമെന്ന് വെച്ചിട്ടപ്പോഴത്തേക്ക് അതിന് ഭയങ്കര വെയിറ്റ്, സഹിക്കാൻ വരുന്ന ചെവി വേദന എടുത്തിട്ട് രക്ഷയില്ല. പിന്നെ അത് മാറ്റി വേറെ കയ്യിലിരുന്ന ഇത് ആർട്ടിഫിഷ്യൽ ഒരു ഇയറിംഗ് തന്നെയാണ്, അത് എടുത്തിട്ടു. പിന്നെ എനിക്ക് ഗോൾഡ് വേറെ തപ്പാനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അത് എടുത്തിട്ട് അങ്ങ് ഇറങ്ങി. കാരണം ഇപ്പോഴേ ഞാൻ 11 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. ഓൾറെഡി ടൈം 11:30 ഒക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഡ്രസ്സിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴും അത്യാവശ്യം മഴ ചാറി തുടങ്ങി. പക്ഷെ അന്ന് ഭാഗ്യത്തിന് ഞങ്ങൾ രാവിലെ കുറച്ച് നേരം മഴ പെയ്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മഴയത്ത് പുറത്ത് ഇറങ്ങാൻ പോകുന്ന വലിയ പാടാണ്. ആദ്യം DDRCയിലാണ് പോയത്. എൻ്റെ വൈറ്റമിൻ D ഒക്കെ ചെക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. ശരിക്കും ലേഡീസിന് നമ്മളൊരു 30 ഇയേഴ്സ് കഴിഞ്ഞാലോ വൈറ്റമിൻ D ചെക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വൈറ്റമിൻ D ശരിക്കും ബോൺ ഡെൻസിറ്റിക്ക് മാത്രമല്ല, വെയിൽ കൊള്ളുന്നവരാണെങ്കിലും വെയിലധികം കൊള്ളാത്തവരാണെങ്കിലും വൈറ്റമിൻ D ഒരു 5-6 മാസം കൂടുമ്പോഴെങ്കിലും മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ മെഡിസിൻസ് എടുക്കേണ്ടതാണ്. കാരണം നമുക്കൊരു ബോൺ ഡെൻസിറ്റി മാത്രമല്ല, ഒരു ഡിപ്രഷന് വരെ റീസൺ ആവുമെന്നാണ് പറയുന്നത്. മൂഡ് സ്വിങ്സിനും ഒക്കെ, ഹോട്ട് ഫ്ലാഷസ്, മൂഡ് സ്വിങ്സിനും ഒക്കെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി റീസൺ ആവും. എന്നിട്ട് വൈറ്റമിൻ D കുറവാണെങ്കിൽ അതിന് സപ്ലിമെൻറ്റ്സ് എടുക്കണം. അത് നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് അതിന് സപ്ലിമെൻറ്റ്സ് എടുക്കുക. അത് വീക്ക്ലി വൺസ് ഒക്കെയാണ് അതിൻ്റെ ഡോസേജ് അനുസരിച്ച് കഴിക്കേണ്ടത്. സ്ഥിരമായിട്ട് ഒരേ ദിവസമൊക്കെയാണ് കഴിക്കേണ്ടത്. അത് ഡോക്ടർ പറഞ്ഞു തരും, ഫിസിഷ്യനോട് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. വൈറ്റമിൻ D ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ അത് വെയിൽ കൊള്ളുന്നോ അല്ലെങ്കിൽ ഞാൻ ഒത്തിരി വെയിൽ കൊള്ളുന്നുണ്ട് അതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ വിചാരിക്കരുത്. അതുകൊണ്ട് എല്ലാവരും വൈറ്റമിൻ D 6 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നല്ലതാണ് കേട്ടോ. അങ്ങനെ DDRCയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ മഴയത്ത് പതുക്കെ ആദ്യം പോയത് ക്രോക്കറി ആൻഡ് കട്ട്ലറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച പാത്രം, ആക്ച്വലി ഞാനൊരു പാത്രം മനസ്സിൽ വിചാരിച്ചിരുന്ന ഇങ്ങനെ ഇനാമൽ കോട്ടഡ് ഒരു സംഭവമാണ്. അതെനിക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ കണ്ടതാണ്. ഈ കട ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ കണ്ടൊരു കടയാണ് കേട്ടോ. എനിക്കതിനെപ്പറ്റി അങ്ങനെ ഫെമിലിയർ അല്ല, പക്ഷെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് കുറേ ഇങ്ങനത്തെ ക്രോക്കറി ഐറ്റംസും ഗ്ലാസ് വെയർസും ഒക്കെ ഉണ്ട്. എല്ലാം ഇമ്പോർട്ടഡ് ആണ് കേട്ടോ. അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ ഇമ്പോർട്ടഡ് ആണ്. പക്ഷെ നല്ല രസമുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. ഇതെല്ലാം സെറ്റ് അല്ലേ? അതെ സർ, എല്ലാം സെറ്റാണ്. 6 പീസ് അല്ലെങ്കിൽ 4 പീസിൻ്റെ അല്ലെങ്കിൽ 12 പീസിൻ്റെ ഒരു സെറ്റ്. അങ്ങനെയാണ് മെയിൻ നമുക്ക് കൂടുതൽ 6 പീസിൻ്റെ സെറ്റാണ്. ഇതൊക്കെ ഒരു സെറ്റിന്റെ പ്രൈസ് അല്ലേ? അതെ ഒരു സെറ്റിന്റെ പ്രൈസ് ആണ്. 6 പീസ് ഒരു സെറ്റാണ്. ഇത് വരുമ്പോൾ ഭയങ്കര ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന കപ്പ് ആൻസേഴ്സ് ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന കപ്പ് ആൻസേഴ്സ്. ഒരു ഗ്ലാസ് ടീപ്പോ അങ്ങനത്തെ വല്ല ഉണ്ടോ? കെറ്റിൽ ഗ്ലാസ് പോട്ട് പോലെ, കുക്കിംഗ് പോട്ട് പോലത്തെ അങ്ങനെ ടൈപ്പൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ച്. ഗ്ലാസ് അങ്ങനത്തെ ഒരു പാൻ പോലത്തെ ഗ്ലാസ് പാൻസ് അങ്ങനത്തെ ഉണ്ടോ? കുക്കിംഗ് പാൻസ് ഗ്ലാസ്സിൽ വരുന്ന ഇതൊക്കെ വരുന്ന കളർ ക്രിസ്റ്റലാണ്. ആ ഒരു ക്രിസ്റ്റൽ കളർ ഈ ഇതിൽ വന്നിട്ട് കളർ ക്രിസ്റ്റലാണ്. ഇതൊരു ടൈപ്പ് കളർ ക്രിസ്റ്റലാണ്. ഇത് അതിൻ്റെ തന്നെയാണ് വരുന്നത്. ഉള്ളിൽ മറ്റൊരു കളർ, മറ്റൊരു കളർ, ഇങ്ങനെ 2 ഷെയ്ഡിൽ ഇതൊക്കെ വരുമ്പോൾ ഒന്നും ആഡ് ചെയ്ത് വരുന്നില്ല. ആ ഒരു ഇതിന് ക്രിസ്റ്റലായിട്ട് ഈ ഒരു ഷെയ്ഡ് കിട്ടുന്ന പോലെ തന്നെ അതേ ഷെയ്ഡ് വരുന്നത്. ഇതൊരു പൗഡറി പോലെ
ഗ്ലാസസ്. ഈ ഡിന്നർ വെയർ ഒക്കെ 6 പീസ് 4 പീസ് 8 പീസ് അങ്ങനെ നമുക്ക് അതൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ബാക്കിയൊന്നും ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല, മിനിമം 6 പീസ് ആയിട്ട് തന്നെ ഉള്ളൂ. പക്ഷേ ഡിന്നർ വെയർ നമുക്ക് പ്ലേറ്റ്സ് മാത്രമായിട്ട് എടുക്കാം, അല്ലാതെ പല ഇതായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. ഇതൊക്കെ ഇറ്റലി അങ്ങനെ പല സ്ഥലത്തു നിന്ന് പല കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന പീസാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഈ ഗ്ലാസ് വെയർ ഒക്കെ മിനിമം 2800 എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ 2800 എന്നുള്ളത് ഞാൻ പിടിച്ചു നോക്കിയപ്പോൾ അവർ കാണിച്ചു തന്നു. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. 2800 തൊട്ട്. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞപ്പോഴത്തേക്കും വോളിയം അധികം ക്ലിയർ ആയിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അങ്ങനെ തന്നെ എല്ലാം കാണിക്കാൻ കേൾപ്പിക്കാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഈ ഡിന്നർ വെയർ ഒക്കെ അതിൻ്റെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം 12,000 അങ്ങനെയൊക്കെയാണ്. നമുക്ക് അങ്ങനെ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതൊക്കെ മേടിച്ച് വെക്കുന്നവർക്ക് വരാൻ പറ്റിയ ഒരു ഇതാണ്. ഞാൻ അങ്ങനത്തെ ഒന്നും മേടിക്കാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഇനാമൽ കൂട്ടഡ്, അത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് വന്നതുകൊണ്ട് അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എനിക്ക് പിന്നെ ഇങ്ങനത്തെ കാണാൻ ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കാണുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ കാണാൻ. പക്ഷേ ഇങ്ങനത്തെ എക്സ്പെൻസീവ് ഇങ്ങനത്തെ ക്രോക്കറിയും ഒക്കെ മേടിച്ച് വെക്കുന്നവർക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പം പുറത്തുനിന്ന് എനിക്ക് തോന്നും വെളിയിലത്തെ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഇവിടെ നാട്ടിൽ വന്ന് മേടിക്കണം എന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇത് ഡ്യൂട്ടിയും കൂടെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അവർ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട്. പക്ഷെ സാധനം നല്ല ക്വാളിറ്റിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയും കൂടെ എടുത്ത് എല്ലാവർക്കും ഇങ്ങനത്തെ ക്രോക്കറിയും ഒക്കെ ഡിന്നർ സെറ്റും എല്ലാം കാണാനായിട്ട് നല്ല ഇഷ്ടമാണ്. കുറേ ഇങ്ങനെ ഗോൾഡ് പ്ലേറ്റഡ് സിൽവർ പ്ലേറ്റഡ് അങ്ങനത്തെ ഒത്തിരി ഉണ്ട് ഡിന്നർ വെയറും ഒക്കെ. ഗ്ലാസ്സൊക്കെ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ്. അപ്പം അത്രയും പ്രൈസിന് വർത്താണെന്നാണ് തോന്നുന്നത്. ക്രിസ്റ്റലൊക്കെ അത്രയും എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. അപ്പം നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. അപ്പം ഇവിടെയാണ് ഞാൻ അന്വേഷിച്ച് വന്ന പാത്രങ്ങൾ കേട്ടോ. ഇങ്ങനെ കളേർഡ് കുറച്ച് ഇങ്ങനത്തെ പോട്ട്സ് പാൻസ് ഒക്കെയാണ് ഞാൻ നോക്കിയത്. പക്ഷെ എൻ്റെ ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അകത്തൊരു വൈറ്റ് ഇനാമൽ കോട്ടിംഗ് ആണ്. അയൺ പാത്രങ്ങൾ അത് ഇത്രയും വൈറ്റ് ഇനാമൽ കോട്ടിംഗ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി. സെറാമിക് ആണോ അയണാണോ എന്ന്. ഇത് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. അയൺ പാത്രങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഉദ്ദേശിച്ച സൈസിൻ്റെയൊക്കെ പ്രൈസ് 11,800 ആണ്. വിത്ത് ഈ ബ്ലൂ അടപ്പ് ഗ്ലാസ് അടപ്പുള്ളതുകൊണ്ട് അതിന് 10,800, ആ ഒരു 1,000 ഡിഫറൻസ് ഗ്ലാസ് അടപ്പുള്ളത്. അപ്പം ഇത് ഞാൻ ഇത്രയും എക്സ്പെൻസ് എനിക്ക് എടുക്കണോ വേണ്ടെന്നൊരു ഡബിൾ മൈൻഡാണ്. പക്ഷേ അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ പീസേ ഉള്ളൂ, ഫ്രഷ് പീസ് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്രഷ് പീസ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം 2 വീക്സിനകം സ്റ്റോക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഡബിൾ മൈൻഡാണ്. അപ്പം നിങ്ങളും കൂടെ സജസ്റ്റ് ചെയ്യുക ഇങ്ങനത്തത് ഇത്രയും എക്സ്പെൻസീവ് ആണോ വേണോ വേണ്ടയോ എന്നുള്ളത്. അയൺ പാത്രങ്ങൾ എൻ്റെ അറിവിൽ നമുക്കൊരു ലൈഫ് ടൈം പർച്ചേസ് ആണ്. എടുത്താൽ അത് വർഷങ്ങളോളം ഒരു 50 വർഷം വേണമെങ്കിലും ലാസ്റ്റ് ചെയ്യും. നമ്മൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. എൻ്റെ അയൺ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഒരു 5,000 6,000 ഒക്കെ ആവും യൂഷ്വലി അയൺ കടായിക്കൊക്കെ. അപ്പം ഇങ്ങനത്തെ കളേർഡ് പാത്രങ്ങൾ ഇത് സെറാമിക് വേണോ അതോ അയൺ ഇങ്ങനത്തെ ആവും. അപ്പോൾ സെറാമിക് എടുക്കണോ ഇങ്ങനത്തെ അയൺ പാത്രം എടുക്കണോ ഇത് നിങ്ങളുടെയും കൂടെ അഭിപ്രായം പറയണം കേട്ടോ. എനിക്ക് പാത്രമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഹെവിയാണ്. പിന്നെ അയൺ പാത്രങ്ങൾ ഹെവി ആയിരിക്കുമല്ലോ. ഈ വൈറ്റ് ഇനാമൽ കോട്ടിംഗ് ആണെങ്കിൽ വീഡിയോസിൽ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ ഹെൽത്തിന് നല്ലത് ബ്ലാക്ക് പ്യുവർ അയണിൻ്റെ കളർ തന്നെയാണ്. അതായത് 2 വീക്സിനാകും വരുമ്പോൾ അവിടെ നിന്ന് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അയൺ പാത്രങ്ങൾ മേടിച്ചാൽ വേർത്താന്ന് തോന്നുന്നു. എന്നാലും ഞാനിങ്ങനെ ഡബിൾ മൈൻഡിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അഭിപ്രായം കൂടെ ചോദിക്കുന്നത്. ഇത് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ബാക്കി ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സ്റ്റോറേജ് ബോട്ടിൽസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബാക്കി ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട്. സംഭവം ഷോപ്പ് നല്ലതാണ്. പക്ഷെ ഒരു പ്രൈസ് ഒരു ഹയർ റേഞ്ചിലോട്ട് എനിക്ക് തോന്നി. പിന്നെ അയൺ പാത്രങ്ങൾക്കൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ച് ഉണ്ടാവുമെന്ന് തോന്നുന്നത്. എനിക്ക് ഈ ഇങ്ങനത്തെ കളർ ഇതൊക്കെ വരുന്നതിന് എനിക്കതിൻ്റെ ആക്ച്വൽ പ്രൈസ് അറിയത്തില്ല എന്നല്ല, ഒറിജിനൽ പ്രൈസ് എനിക്ക് തോന്നുന്നു അയൺ പാത്രങ്ങൾക്കൊക്കെ ഒരു 5,000 6,000 റേഞ്ച് വരും. ഇങ്ങനത്തെ കളേർഡിൻ്റെ പ്രൈസ് അറിയത്തില്ല. ഏതായാലും ഞാൻ ഓൺലൈനും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ഓൺലൈൻ ഞാൻ നോക്കിയായിരുന്നു, ഇങ്ങനത്തെയൊക്കെ അവൈലബിൾ ആണ്. ഇത്രയും പ്രൈസ് ഇതല്ല. പിന്നെ വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഷോപ്പിൽ പോയത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ബാറ്റയിലാണ്. മുരളിയേട്ടന് ഒരു ഫോർമൽ വെയർ ഷൂസ് മേടിക്കാനായിട്ട്. മുരളിയേട്ടൻ്റെ ഷൂസ് ഒന്ന് പഴയതായി അങ്ങനെ. പക്ഷേ മഴയത്ത് ഷൂസ് മേടിച്ചാൽ അത് വീണ്ടും പോവും. പിന്നെ ഒരു ഷൂസ് ജസ്റ്റ് ഒന്ന് മേടിച്ചു.
പിന്നെയാണ് അവിടെ കണ്ടത് ഈ മഴയത്തിടാൻ പറ്റിയ ഇങ്ങനത്തെ ഒരു എന്തുവാ റബ്ബർ ടൈപ്പ് ഇതാണ്ട് ഈ സംഭവം. ഇതിപ്പം മഴയത്തിടാൻ പറ്റിയ ഫോർമൽ വെയർ ഷൂസാണ്. ഇപ്പം ഇത് പോവില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു ഷൂസും കൂടെ മേടിച്ചത്. അപ്പം കംഫർട്ടബിൾ ആണല്ലോ, റെയിനി സീസണിൽ ഇടാൻ പറ്റിയ ഫോർമൽ വെയർ ഷൂസ്. അപ്പോൾ 2 ഷൂസ് മേടിച്ചു. ഫോർമൽ ഒരു ലെതർ ഷൂസും ഇങ്ങനത്തെ റെയിനി സീസണിൽ ഇടാൻ പറ്റിയ ഫോർമൽ വെയർ ഷൂസും ഓഫീസ് വെയറിന്. പിന്നെ കെയർ ബേക്സിൽ കഴിക്കാനല്ല കയറിയത്, അച്ഛനും അമ്മയുടെയും കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും സ്നാക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് എന്തെങ്കിലും മേടിക്കാനായിട്ട് കയറിയതാണ്. ഇങ്ങനത്തെ ബർഗേഴ്സും പിസ്സയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ ഇന്നലെ പിസ്സ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ബർഗർ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ ബർഗറും പിന്നെ ഒരു സ്വീറ്റും ഒക്കെ മേടിച്ചു. അങ്ങനെ അതിന് വേണ്ടി കയറി കെയർ ബേക്സിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ പോകാമെന്ന് പ്ലാൻ ചെയ്ത റെസ്റ്റോറൻറ്റ് വേറെയാണ്. പിന്നെ ഇത് അടുത്ത് കണ്ടുകൊണ്ട് ബിയോണ്ട് ബർഗറിൽ കയറി. ഇവിടെ സെൽഫ് സർവീസാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ട് മഗ്ഡി പോലെ ഓർഡർ ചെയ്തിട്ട് പോയി ഇരിക്കണം. അപ്പോൾ ഓർഡർ ചെയ്ത സംഭവം ഒരു ചിക്കൻ സില ബർഗറും പിന്നെ ഒരു ബഫലോ ചിക്കൻ ബർഗറും പിന്നെ ഒരു കാരമൽ സോൾട്ടഡ് കാരമൽ ഷേക്കുമായിരുന്നു. പിന്നെ ഇവിടെ നല്ല കോഫിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ ഓർഡർ ചെയ്തില്ല, എനിക്ക് കോഫി കുടിക്കാൻ തോന്നുന്നില്ല. മഴയത്തും തണുത്ത സാധനം അല്ലെങ്കിൽ ഷേക്ക് കുടിക്കാനും ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണെന്നാണ് പറയുന്നത്. എന്തോ അങ്ങനെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ സംഭവം ഉണ്ടോ, പക്ഷേ 11:30 വരെ ഉള്ളൂ. പിന്നെ ഭയങ്കര ഡിലേ ആയിരുന്നു. ബർഗർ ഒരു മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ ഷെയ്ക്ക് ആദ്യമേ കൊണ്ട് തന്നു. വിശപ്പ് അങ്ങനെയെങ്കിലും മാറട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. നല്ല അസല തിരക്കുമായിരുന്നു. പിന്നെ ഷെയ്ക്ക് കുടിച്ച് ഞങ്ങൾ തൽക്കാലം കാരണം വിശന്നപ്പോണ്ടാരും അടങ്ങി. ഇത് ആദ്യം കിട്ടി എൻ്റെ ബഫല്ലോ ചിക്കൻ ബർഗർ. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഈ ടൈപ്പ് ബർഗർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ബർഗർ. 1 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ എന്താ വിശപ്പ് മാറുകയും ചെയ്തു. ഭയങ്കര ടേസ്റ്റുമായിരുന്നു. മുരളിയുടെ മറ്റേ ചിക്കൻ ഫിലാ ബർഗറോ ചിക്കൻ സിലാ ബർഗറോ ഫിലാ ബർഗറോ അങ്ങനെ അതൊരു നോർമൽ ബർഗർ ആയിരുന്നു മുരളിയുടെ പറഞ്ഞത്. എൻ്റെ ബഫല്ലോ ചിക്കൻ ബർഗർ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു നോർമൽ ഫ്രഞ്ച് ഫ്രൈസ്, ഒരു കജൂൻ ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെ ഒരു സംഭവം കൂടെ പറഞ്ഞു. ഇതിൻ്റെ നേരെ മുകളിൽ കഫേ ഡി ബാങ്കോക്ക്, അത് നല്ലതാണ്, തായ് ഫുഡിന് നല്ലതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഉള്ളേൻ്റെ ഒരു കസൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ ഗിരിജിയുടെ വീട്ടിലൊന്ന് ജസ്റ്റ് കയറിയായിരുന്നു. അവിടെ കയറി കഴിഞ്ഞ് പിന്നെ അച്ഛനമ്മയുടെ അടുത്ത് പോയി. അവിടെ കുറച്ച് നേരം ഇരുന്നായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്. അമ്മയുടെ ഒരു കസിൻ പുള്ളിക്കാരി അവിടെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാത്രിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് 7 മണിയൊക്കെ ആയി. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എനിക്ക് രാത്രിയിൽ മുരളിന് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. ഞാൻ ബീഫ് അധികം ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കാറില്ല. അപ്പം മുരളിനെ ഞാൻ അധികം കഴിക്കാൻ സമ്മതിക്കാറില്ല. അപ്പം മുരളിയുടെ കൊതി പോകാനായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം ബീഫ് റോസ്റ്റും ഒരു പ്രാവശ്യം ബീഫ് ഫ്രൈ ഉണ്ടാക്കി തരും, അതോടുകൂടി പിന്നെ ബീഫ് ഉണ്ടാക്കത്തില്ല, അത് ഞാൻ കഴിക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ തലേദിവസം വേവിച്ച് വെച്ചായിരുന്നു. അതിന് ഇത് 1/2 കിലോ ബീഫിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഹാഫ് സവോള, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ബീഫ് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചായിരുന്നു കേട്ടോ, നല്ല കുഞ്ഞായിട്ട് ഞാൻ മുറിച്ചായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. വെള്ളം ഒഴിക്കരുത്, കാരണം ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പം ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. മസാല ഒന്ന് നന്നായിട്ട് യോജിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തോട്ട് ഞാൻ പറയാൻ മറന്നുപോയി. ഇതിൻ്റെ കൂടെ ഒന്ന് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് അടച്ചു വെക്കുന്നത്. പ്രഷർ കുക്കറിൽ ഹൈ ഫ്ലെയിമിലിട്ട് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം സിമ്മിലാക്കി കറക്റ്റ് 10 മിനിറ്റ്സ്. കൂടുതൽ വേവിക്കുകയാണെങ്കിൽ ബീഫ് അങ്ങ് വെന്ത് പൊടിഞ്ഞു പോകും. അപ്പം അത്രയും നേരം ബീഫ് വേവിച്ചാൽ മതി കേട്ടോ. ഓരോ ബീഫ് അനുസരിച്ച് വേവ് മാറും, അത് വേറെ കാര്യം. പക്ഷെ ഒത്തിരി നേരം വേവിക്കരുത്. പ്രഷർ കുക്കറിലാണെങ്കിലും ഓപ്പൺ ഫ്ലെയിം ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. ഇത് ഞാൻ തലേദിവസം ചെയ്ത് വെച്ചായിരുന്നേ. ഇനിയും നെക്സ്റ്റ് ഡേ ബീഫ് ഉണ്ടാക്കാൻ നേരത്താണ് ഇത് നമ്മൾ പുറത്ത് പോയ ദിവസം തലേദിവസം ചെയ്തിട്ട് ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. ആ ഗ്രേവി ഉൾപ്പെടെയാണ് ഫ്രിഡ്ജിൽ വെച്ചത്, കാരണം ബീഫ് റോസ്റ്റ് അല്ലേ. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ദിവസം ചതയ്ക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10ഓളം ചെറിയ ഉള്ളി കേട്ടോ, പിന്നെ പച്ചമുളക്. വേറെ ഇനി ഞാൻ മുളക് പൊടി ചേർക്കത്തില്ല. ഒരു 7-8 പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ നല്ലപോലെ ചതച്ച് വെച്ചു. പിന്നെ സവോള, ഒരു 2 സവോള അരിഞ്ഞ് വെച്ചു. സവോളയും
ടൊമാറ്റോ അരിഞ്ഞു വെച്ചു. ബീഫ് റോസ്റ്റാണ് കേട്ടോ, കുറച്ച് കുഴഞ്ഞിരിക്കാനായിട്ട്. പിന്നെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാരണം വേവിച്ചപ്പോൾ വേറെ ചേർത്തിട്ടുണ്ടല്ലോ, ഇനി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട്, വേറെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ആ ചെറിയ ഉള്ളി ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊക്കെ ചതച്ചാൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച 2 സവോള ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ചതച്ച് വെച്ച ചെറിയുള്ളിയും പച്ചമുളകും കൂടെ, ഞാൻ പറഞ്ഞല്ലോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു. ഇച്ചിരി ഉപ്പിട്ടാൽ മതി, ഇതിന് മാത്രമുള്ളത്. ബീഫ് ഉപ്പ് ചേർത്താണ് വേവിച്ചത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കും 2 ടൊമാറ്റോ എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ്ഡായി വരുന്നവരെ വഴറ്റിയെടുത്തിട്ട് ചേർക്കുന്നത് ഗരം മസാലയാണ്. ഇനി ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കത്തില്ല. ഗരം മസാല 1 ടീസ്പൂൺ ചേർത്തു. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഇനിയും ഗരം മസാലയും പെരിഞ്ചീരകവും പിന്നെ കുരുമുളക് പൊടി അത് കുറച്ച് പിന്നെ ചേർത്താലും മതി. പെരിഞ്ചീരകവും ഗരം മസാലയാണ് ഇനിയും ചേർക്കുന്നത്. വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഗ്രേവി ഉൾപ്പെടെ അങ്ങ് ചേർക്കുവാണ്. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ചേർക്കുവാണ്. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ശരിക്കും നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ടാണ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം. എന്നാലാണ് നന്നായിട്ട് എല്ലാം കൂടെ റെഡി ആവുക. അത് ഇടയ്ക്കൊന്ന് നോക്കണം, ഗ്രേവി ഇറങ്ങുന്നുണ്ടോ ഇടയ്ക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കണം. എന്നാലും ലോ ഫ്ലെയിമിൽ നല്ല സിമ്മാക്കി 20 മിനിറ്റ്സ് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് തുറന്നപ്പോഴാണ് ഈ പരുവത്തിൽ നല്ലൊരു റോസ്റ്റ് പരുവായിട്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരൂടൊന്ന് ഇങ്ങനെ ഡാർക്കായി വരും. ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സും കൂടെ ഇളക്കി. അപ്പോൾ നല്ല റെസിയൻ ബീഫ് റോസ്റ്റ് റെഡിയായി. ഇനി ഒരു പ്രാവശ്യം മുരളിയേണ്ട ഒരു ബീഫ് ഫ്രൈ കൂടെ ഉണ്ടാക്കി കൊടുക്കണം, മുരളിയേണ്ട ബീഫ് കൊതി മാറ്റാനായിട്ട്. ഞാനിതൊന്നും അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. റെഡ് മീറ്റ് കഴിക്കുന്ന അത്രയും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. ഞാൻ ബീഫ് കഴിക്കത്തുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു എന്ന് മുരളിയേട്ടൻ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.